ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇത് അടുത്തൊരു വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം എൻ്റെ 2 കൂട്ടുകാരെന്നെ കാണാൻ വരുന്നുണ്ട്. എന്താ നടത്തില്ല, അവന്മാർക്ക് പതിവില്ലാത്ത പോലെ ഒരു സ്നേഹം. വല്ല കിഡ്നിയും ചോദിക്കാനാതോ എനിക്ക് പേടി. എന്തായാലും അവന്മാർ 10 മിനിറ്റിനുള്ളിൽ വരും. ഭയങ്കര മഴ ഇവിടെ. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, ഞാനിപ്പോൾ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വന്നു. ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അവരിപ്പോൾ 10 മിനിറ്റിനുള്ളിൽ എത്തും. എന്നെ ആരും വിളിച്ചില്ല, ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഞാനാണ് രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ട് എല്ലാം ഭയങ്കര സെറ്റപ്പ് ഇരിക്കണമെന്ന് വിചാരിച്ച, പക്ഷേ കിടന്നുറങ്ങിപ്പോയി. എന്തോ ബോധമില്ലാതെ ഞാൻ എന്തൊക്കെയോ സ്വപ്നം കണ്ട് ഉറങ്ങിപ്പോവായിരുന്നു. പെട്ടെന്ന് ഞാൻ ഉണർന്നത്. ഇപ്പം അവരെത്തും കേട്ടോ. ഞാനപ്പോൾ എന്തായാലും ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വെക്കട്ടെ. ഞാൻ ചില പറഞ്ഞല്ലോ മാരേ, അവനെ കാണിക്കണ്ട, അവന്റെ കയ്യിലല്ലേ കവറുള്ളത്. അവന്മാര് മൊത്തം ഉടായപ്പോ ഏതാണ്ട് പൊതിഞ്ഞെടുത്തോണ്ട് വന്നോ. അതെ, ആ ടീമാ. ഫോണ് കഴുകാൻ പോന്നു നീ? എന്തോടാ? ലാക്മി ഒക്കെ നല്ലതാ, കുഴപ്പമൊന്നുമില്ല. ഇവൻ കാശുകാരന് ഏതാടാ? അത് ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരിക്കത്തില്ല കേട്ടോ. കുറച്ച് ലൈറ്റോ ഡാർക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്, ക്രയോൺ ഉണ്ട്. ഇപ്പൊ കാണിച്ച ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക്, ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക്. ക്രയോൺ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പാപം ചെയ്തിട്ടുണ്ട്. എന്തോ വലിയ പാപം നിന്നെ ഞാൻ നാണം കെടുത്തത്തില്ലടാ, അവനെ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. എന്നാടാ അന്ന് കോളേജിൽ വെച്ചല്ലേ കാറ് വഴി ബ്രേക്ക് ഡൗൺ. ക്യാമലാലി നീ മറ്റേ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നിന്റെ പ്രഗ്നൻസി ഫസ്റ്റ് കണ്ടുപിടിച്ച് ഞാനാണ്. ശരിയാ, ഇവൻ അതും നോക്കി. ഞാൻ ചോദിച്ചു ഗ്യാസ് ആണോ പ്രഗ്നന്റ്? ഓപ്ഷൻ ബി ആരും കണ്ടുപിടിക്കത്തില്ല. പക്ഷെ നീ റാമ്പാക്കൊക്കെ ചെയ്യുമ്പോ എല്ലാരും വിചാരിക്കുമോ നീ മറ്റേ വൈറ്റ് വെച്ച് കെട്ടിക്കൊണ്ട് പോയതായിരിക്കും. ഇല്ല, കാണത്തില്ലല്ലോ അതിനകത്ത്. ഞാനും ദീപിക പതുകോണൊക്കെ ഒരുപോലാണെന്ന് പറഞ്ഞു. ഗൈസ് ഇത് നോക്ക്. ഞങ്ങളുടെ ഒക്കെ ജിം ബോഡി, അതുകൊണ്ട് അത് അവന്റെ കണ്ണ് തള്ളിപ്പോയി ഇവന്റെ തീറ്റി കണ്ടിട്ട്. ഇത് മിനിങ്ങാന്നത്തെ, അത് 4-ാം നാളത്തെ, അത്രേ ഉള്ളൂ. മറ്റേത് ഒരാഴ്ചത്തെ പഴക്കം. അതാ അമ്മ ഫ്രഷ് ഒന്ന് ഉദ്ദേശിച്ച്. കഴിക്കാൻ നിനക്കല്ലായിരുന്നോ മധുരം? അതൊന്നും പറ്റത്തില്ല, പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങിക്കോണം. അയ്യോ, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഞാൻ പറഞ്ഞില്ലായിരുന്നു. മഴ നിന്നല്ലോ അല്ലേ? ബാഗ് ഇതുപോലത്തെ ഞാൻ തന്നുവിടാം. എന്റെ അതുപോലത്തെ ബാഗ്. ഇത് കണ്ടു, എൻ്റെ ഐഷാഡോ പാലറ്റ് ഇളകിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ താഴെ വീഴാറേ ഇല്ല. പക്ഷെ
നിങ്ങൾ ചോദിക്കല്ലേ ഞാൻ ആശുപത്രിയിലോട്ടാന്നോ വേറെ വല്ല ഫാഷൻ ഷോയ്ക്കാന്നോ പോകുന്നത്? അല്ല, ആശുപത്രിയിലോട്ടാ. നമ്മൾ ഈ പ്രായത്തിൽ ഒരുങ്ങിയില്ല, പിന്നെ ഏത് കാലത്ത് ഒരുങ്ങും? എൻ്റെ കയ്യിൽ ഒത്തിരി ലിപ്സ്റ്റിക്ക് ഇരിക്കുന്നു, എല്ലാം ഇങ്ങനെ ഡേറ്റ് കഴിയാറുമായി. അങ്ങനല്ല കേട്ടോ, ഒത്തിരി ഉള്ളപ്പം നമ്മൾ തീരത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാനിപ്പം ലിപ്സ്റ്റിക്ക് നല്ലതായിട്ട് എവിടെ അല്ലേലും ഇടും. ഇപ്പം ഞാൻ ഐ ഷാഡോ ഒക്കെ ഇടും, ബ്ലഷും ഇടും. ഇല്ലേ ഇതെല്ലാം വെറുതെ എടുത്ത് കളയുന്ന ഓർക്കാൻ വയ്യ. ഇതിനെല്ലാം കുറച്ചല്ലേ ഡേറ്റ് ഉള്ളൂ. നമ്മളാണെങ്കിൽ ഒരു 10-12 ഐ ഷാഡോ പാലറ്റ് എന്ത് കാര്യത്തിന് വാങ്ങിച്ച് വെച്ചേക്കുവാണ്. കാണുമ്പോൾ ഈ വാങ്ങിക്കുന്ന അതെന്തോ ചെയ്യാനാണ്. ബ്ലഷ് ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റ്. ഇതാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, പക്ഷേ താഴെ വീണതുകൊണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ പേഴ്സണൽ യൂസിന്. അങ്ങനെയും അതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. എൻ്റെ ടങ്കൂനെന്തോ വേണ്ടേ? ഞാൻ വാവേ കറണ്ടുണ്ടോ? കറണ്ടുണ്ടോ? ബൈ ദ ബൈ, ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ടോപ്പാണ്. ഇന്നലെയാണെന്ന് തോന്നുന്നു ഇന്ന് സ്റ്റിച്ച് ചെയ്തത്. അപ്പം അത് ഞാൻ സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ കൊടുത്തു, കുറച്ച് ലൂസായിട്ടുള്ള സ്ലീവ് കൊടുത്തു. പിന്നെന്താ പ്രത്യേകത? പിന്നെ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല. യൂഷ്വലി ഇപ്പം തയ്ക്കുന്നതിന് സിബ് വെക്കാറുണ്ട്, പക്ഷേ ഇതിന് വെച്ചിട്ടില്ല. പിന്നെ ഈ പാൻറ്റ് കണ്ടോ? ഈ പാൻറ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടൈറ്റായിട്ട് തോന്നത്തില്ലേ? പക്ഷേ അല്ല, അത് ഭയങ്കര കംഫർട്ടബിളാണ്. ചില ഡ്രസ്സാണെങ്കിൽ നമുക്ക് കഫ്താന് കാണുമ്പോൾ നമുക്ക് നല്ല ലൂസായിട്ട് തോന്നും, പക്ഷേ ഇടുമ്പോൾ ഭയങ്കര അൺകംഫർട്ടബിളാണ്. എനിക്കങ്ങനെ തോന്നിയത്. കാരണം ഈ ബോഡിയും സ്ലീവും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കുമല്ലോ കഫ്താന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ഇതൊന്ന് വലിയുന്നുണ്ട്. ഈ സ്ലീവിൻ്റെ ആ ഒരു സൈഡ് പോർഷൻ, സ്ലീവും ബോഡിയും കൂടെ അറ്റാച്ച്ഡ് ആവുന്നതോടെ വലിയുന്നുണ്ട്. അപ്പം കാണുന്നത് പോലല്ല എല്ലാ ഡ്രസ്സും. ഇത് കുറച്ച് ടൈറ്റായിട്ട് തോന്നുമെങ്കിലും ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. എസ്പെഷ്യലി ആ പാൻറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതിൻ്റെ ബ്ലാക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ ഒരു സാരി പ്രീപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അത് പ്രീപ്ലീറ്റ് എടുത്ത് വെച്ചു. ഇപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് റഫായിട്ട് എടുക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിലാണ് ഞാനത് അയണൊക്കെ ചെയ്തത്. എന്നാലത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് റഫായിട്ടൊന്ന് എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് അത്രയും പണി കുറവാണല്ലോ. ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്കിതെടുത്ത് ബോക്സ് ഫോൾഡാക്കി വെച്ചാൽ ഇപ്പം
കല്യാണത്തിനൊക്കെ സാരി ഡ്രേപ്പിങ്ങിന് ആളെ കിട്ടാത്തവരുണ്ടല്ലോ, ഈ ഗസ്റ്റിനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇങ്ങനെ അവരുടെ സാരി നമുക്ക് ബോക്സ് ഫോൾഡാക്കി കൊടുത്താൽ അവർക്കത് കല്യാണത്തിന് വന്നപ്പോൾ വേറൊരു സാരി ഡ്രേപ്പിങ്ങിന് ആളെ കിട്ടിയില്ലെങ്കിലും തന്നെ പ്ലീറ്റ്സ് എടുക്കാതെ, മീൻസ് പ്ലീറ്റ്സ് നമ്മൾ എടുത്ത് കൊടുക്കും, ബാക്കി അപ്പോൾ അവർക്ക് തന്നെ ഉടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ ഇങ്ങനെ ഓൾറെഡി പ്ലീറ്റ് എടുത്ത് വെച്ചിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. സോ അതാണ് നമ്മുടെ മെയിൻ പർപ്പസ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻക്വയറീസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പം റീസെൻ്റ്ലി അങ്ങനെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബോക്സ് ഫോൾഡൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സാരി ഒന്ന് പ്ലീറ്റ് എടുത്ത് വെച്ചു. അയൺ ചെയ്തില്ല, ജസ്റ്റ് റഫായിട്ടൊന്ന് പ്ലീറ്റ് എടുത്ത് വെച്ചു. ഇനി കുറച്ചുകൂടെ കഴിയുമ്പം അയൺ ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിന് അയൺ ചെയ്തെല്ലാം കഴിയുമ്പോഴേ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ, ഇല്ല ഇതുപോലെ പൊങ്ങിയിരിക്കും. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വൈകിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ മുറ്റത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് അങ്ങ് മഴയായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് നേരം മഴയൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഞാനിന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പൊതുവെ ഇപ്പം കമ്പാരിറ്റീവ്ലി കുറേ കൂടെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ കുറവല്ലേ. അപ്പോൾ കുറച്ചെങ്കിലും ദേഹം അനങ്ങണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ കുറച്ചെങ്കിലും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ പല ഇതിൽ കാണുന്നോ അല്ലെ നോർമൽ ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം അത് ഓരോ ഫാക്ടേഴ്സ് ഡിപ്പെൻസ് അല്ലേ. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ചെയ്താൽ നോർമൽ ഡെലിവറി ആകും, ഇല്ലെങ്കിൽ സിസേറിയൻ ആകും. അത് അങ്ങനെയൊന്നും അല്ല, അതിൻ്റെ പിന്നിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അതെല്ലാം ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ. അപ്പോൾ അത് വിട്, നമുക്ക് പക്ഷേ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് നല്ല കാര്യം. ഇതിന്നല്ല, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നത് നല്ല കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് പക്ഷേ കംഫർട്ടബിൾ കുറേ കൂടെ നടത്തത്തിനേക്കാളിലും സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നടക്കുന്നത് ഓക്കെ, പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ലോവർ ബാക്ക് പെയിൻ എടുക്കും. എനിക്കെടുക്കാറുണ്ട്. ഞാൻ ഷൂ ഇട്ട് നടന്നിട്ട് പോലും എനിക്ക് ലോവർ ബാക്ക് പെയിൻ എടുക്കാറുണ്ട്. ആ ഒരു ലോവർ ബാക്ക് പെയിൻ കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാൻ സ്ട്രെച്ചിങ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു റിലീഫ് കിട്ടുന്നത്. സ്ട്രെച്ചിങ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത്രയും നാളായിട്ടും അങ്ങനെ വലിയ മസിൽ ക്രാംസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എനിക്ക്. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ലോവർ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ലോവർ ബാക്ക് പെയിൻ ഒക്കെ കുറയാറുണ്ട്. സോ കുറച്ച് നേരം നടന്നു. അപ്പോൾ അവന്മാരൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത്. അപ്പോൾ അവന്മാർ അതുവഴി ഇതുവഴിയൊക്കെ ഓടുന്നുണ്ട്, അത് കാര്യമാക്കണ്ട. പിന്നെ ആണെങ്കിൽ ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്വിച്ച് ഇട്ട പോലെ മഴ വന്നു. പിന്നെ ഞാൻ അകത്ത് വന്നിട്ട് കുറച്ച് നേരം കൈക്കുള്ള ഡമ്പൽ എടുത്തു. പക്ഷേ ചെറിയ ഡമ്പലാണ് കേട്ടോ, 1 kg ഒട്ടും വെയിറ്റേ ഇല്ല അങ്ങനെ പറയാം, അത്രയ്ക്ക് ചെറിയ ഡമ്പല. പക്ഷേ എൻ്റെ ഇപ്പം നിലവിൽ അതേ ഉള്ളൂ. പിന്നുള്ളത് നല്ല വെയിറ്റുള്ള ഒരെണ്ണം, അതാണെങ്കിൽ ഇപ്പോൾ കാണുന്നുമില്ല. അത് പക്ഷേ അത്യാവശ്യം നല്ല വെയിറ്റാണ്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വാങ്ങിച്ചപ്പോൾ പക്ഷേ ഒരു 2 kg വാങ്ങിക്കേണ്ടതായിരുന്നു. പോട്ടെ, സാരമില്ല. അപ്പോൾ കുറച്ച് നേരം ഡമ്പൽ എടുത്തു. കാരണം ഈ പറഞ്ഞാൽ നമുക്ക് കൈക്കൊക്കെ വേദന എടുക്കും, കൈയുടെ ഒരു എക്സസൈസും ഇല്ലാതിരുന്നാൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അത് ചെയ്തു. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. കാരണം ഇന്നങ്ങനെ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ ആശുപത്രിയിലും ഒക്കെ പോയി അത്യാവശ്യം അങ്ങനെ കാര്യമായിട്ട് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് എന്താ ഞാൻ ചെയ്തത് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും വ്ളോഗ് എടുത്തില്ല, വ്ളോഗ് ഞാൻ അവിടെ കൊണ്ട് നിർത്തുമായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്കിനിയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ടാറ്റാ.